ആനി റോയി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് എൻ്റെ വീട്ടിലെ ഒരു ചെറിയ ഗാർഡനാണ്. ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. എങ്കിലും നിങ്ങളെ എൻ്റെ ഗാർഡൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മീനുകളൊക്കെ നീന്തി തുടിക്കുന്ന ഒരു കുളമായിരുന്നു. ഞാൻ വരുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കും അതെല്ലാം പോയി. ചെറിയൊരു കയറ്റത്തിലാണ് എൻ്റെ വീടിരിക്കുന്നത്. ഇവിടെ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഉണ്ട് യെല്ലോ പാം ഓരോ തട്ടായിട്ടാണത് ഇതിൻ്റെ അങ്ങോട്ട്. കണ്ടോ, ചെടികൾ വെട്ടി നിർത്തിയിരിക്കുന്നു. രണ്ട് വശത്തും ഉണ്ട് ചെടികളൊക്കെ വെട്ടിയിരുന്നത്. ബസ് പോണതുകൊണ്ട് ശരിക്ക് റോഡ് സൈഡായതുകൊണ്ട് സൗണ്ട് ശരിക്ക് കിട്ടില്ല. പിന്നെ ഇവിടെ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു റോസ് ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷേ റോയിപ്പപ്പ അതിനകത്ത് 2 പ്ലാവ് കൊണ്ടുവച്ചു. അതുകൊണ്ട് ഞാനങ്ങനെ കൂടുതൽ അത് ശ്രദ്ധിക്കാറില്ല. കണ്ടോ, എന്നാലും കുറേ പൂക്കളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് അതിനകത്ത്. പക്ഷേ ഇത് മുഴുവൻ നിറയെ റോസായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഇല്ലി, വൈറ്റ് കളർ ഇല്ലിയാണ്. അത് ഇനി വളർന്ന് അവിടം വരെ പോകുമെന്നറിയില്ല. ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം. പിന്നെ പഴയ കാലത്തുള്ള ഒരു ചെടിയാണ് സുഗന്ധ റോസ എന്ന് പറയുക. നിറയെ പൂക്കളുണ്ടാവും. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ വീടുകളിലൊക്കെ കാണാറുള്ളതാണ്. ഇത് കണ്ടോ, യെല്ലോ പാം. പിന്നെ സൈഡ് ബോർഡറായിട്ട് ഇങ്ങനെ ലെമൺ ഗ്രാസ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീടരുത് കേട്ടോ, കേട്ടോ. ഇവിടെ ഒരു ചെറിയ ആമ്പൽക്കുളമുണ്ട്. അത് എൻ്റെ ചേച്ചിയുടെ മോള് രശ്മിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊന്നും ഇപ്പം നമ്മൾ റീപ്ലാന്റ് ചെയ്തില്ല. അതുകൊണ്ടാണ്. മറ്റേതിനകത്ത് നല്ല മജന്ത കളർ മുഴുത്ത പൂക്കളുണ്ടാവുന്നതാണ്. അത് റീപ്ലാന്റ് ചെയ്ത് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് അത്ര ഇതല്ലാതെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബേസിൻ കുഴിച്ചിട്ടിട്ട് അതിനകത്ത് ഞാൻ ലോട്ടസ് താമര നട്ടു. പൂവൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളായിട്ട് ശ്രദ്ധ കുറവുള്ളത് കൊണ്ട് അതൊക്കെ റീപ്ലാന്റ് ചെയ്യാനുള്ളതാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഒരിക്കൽ കൂടി എനിക്ക് ദൈവം അനുഗ്രഹിച്ച ഗാർഡൻ കാണിച്ചു തരാൻ പറ്റും. എന്താ, ഇതൊക്കെ യെല്ലോ പാമാണ് വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികൾ. അവളവിടെ വന്നോട്ടെ. ഇതൊക്കെ ഉണ്ടോ, ചെടികളൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരു കണ്ടോ മീനുകൾ പൊങ്ങി വന്നതാണ്. ഇത് നെറ്റിട്ടേക്കുന്നത് മീൻ ചാടിപ്പോകാതെ. പിന്നെ പിള്ളേരുള്ളത് കൊണ്ട് ഒരുവിധം ആഴമുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ. ഇപ്പോൾ നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ മീനുകളെല്ലാം പോയി. ഉണ്ട്, എൻ്റെ കൊച്ചുമോള് ഐറിഷ് കുട്ടി ഇറങ്ങി വരുന്നു. പിന്നെ ഫ്രണ്ടിൽ മുറ്റത്തിൽ നിറയെ റെഡ് പാം ഇങ്ങനെ വരിയായിട്ട് വെച്ചേക്കണം. ഇതൊക്കെ ഈ മഴക്കാലത്ത് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ ചീത്ത ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞു. പ്രൂൺ ചെയ്ത് നിർത്തേണ്ടതാണ്. അതിനൊന്നും ആളെ കിട്ടിയില്ല. അതുകൊണ്ട് പ്രൂൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ കുറച്ച് പോട്ടുള്ള ചെടികളാണ്. റിസോർട്ടും സൈക്കിൾ ഓടിക്കുവാണ് ഇതിലേക്കടെ. ഉണ്ടോ, ഇത് നമ്മൾ കോലഞ്ചേരി ഭാഗത്തുനിന്ന് എൻ്റെ രശ്മിക്കുട്ടിയുടെ വീടിനടുത്തുനിന്ന് അവളെനിക്ക് പരിചയപ്പെടുത്തി തന്ന് അവിടെ നിന്നാണ് ഈ പോട്ടോടുകൂടി സെറ്റ്. കൊച്ചിനെ കാണിക്കാം. സെറ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുന്നതാണ്. ഇത് കമ്പിയിൽ പടർന്ന് കയറിയിരിക്കുന്നതാണ്.
ഓക്കെ. ഇതൊക്കെ കോലഞ്ചേരി വാങ്ങിയതാണ്. ജയക്കുട്ട ആച്ചെടുക്കല്ലേ. ഇത് കണ്ട ഒരു ഒരു ഭരണി. അവൻ ഡിസ്റ്റർബ് ചെയ്യുകയാണല്ലോ എന്നെ. ഇത് റോയിപ്പപ്പ കൊണ്ട് വച്ച ചെടികളാണ്. പിന്നെ നമ്മുടെ ഈ നര അപ്പടി ഇവിടെ ഇങ്ങനെ റെഡ് പാമാണ്. ഒരു 5-8 ഉണ്ട് മുറ്റത്ത്. ഒക്കെ പ്രൂൺ ചെയ്ത് ഭംഗിയാക്കി നിർത്തണം. പിന്നെ ഈ ചെട്ടിയിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ 2 ഹാങ്ങിങ് ആയിട്ടുള്ളതുണ്ട്. കണ്ടോ, ഇത് നട്ടിങ്ങനെ തൂക്കിയിട്ടേക്കണം. നല്ല 2 കളറാണ്. എടാ നീ ഇങ്ങനെ സൈക്കിൾ കൊണ്ട് ഇടിക്കല്ലേടാ. സൈക്കിൾ അടിച്ചാൽ പൈസ തരേണ്ടി വരും കേട്ടോ. എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ അതൊക്കെ വെട്ടി നിർത്തിയേക്കാണ്. പ്രൂൺ ചെയ്ത് വന്നിട്ടില്ല. അല്ല, അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയ അമ്പലക്കുളം ഉണ്ട്. അത് നിറയെ ബ്രഹ്മിയാണ് ഈ നിൽക്കുന്നതെല്ലാം. ബ്രഹ്മി അല്ലേ, പൂക്കൾ ചെടിയിൽ ഉണ്ടായിരുന്നു. ഹലോ, അവൻ പറയാം ഹലോ ഗൈസ് എന്ന് എൻ്റെ കൊച്ചുമോൻ റിസൂട്ടം പറയുവാണ്. ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഒന്നുകൂടെ ഭംഗിയായിട്ടൊക്കെ നല്ല ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മതിലിനടുത്തായിട്ട് വേണ്ട ചെമ്പരത്തിപ്പൂവിന് വളരെയധികം ഔഷധ ഗുണമുണ്ട് ഉള്ളതാണ്. നമുക്ക് ഷുഗർ കുറയാനൊക്കെ ചെമ്പരത്തിപ്പൂവിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയാൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെമ്പരത്തി നമുക്ക് മുറ്റത്ത് നിന്ന് പറിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ റംബൂട്ടാനാണ് കേട്ടോ. അതൊക്കെ പഴുത്തില്ല. പഴുക്കുമ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്ത് ഇടാറുണ്ട്. ഈ റെഡ് പാം എല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കറുത്ത കരിഞ്ഞ ഓലകളൊക്കെ മാറ്റി സൈഡൊക്കെ പ്രൂൺ ചെയ്തെടുത്താൽ നിർത്തി മഴക്കാലത്ത് അങ്ങനെ എല്ലാ വർഷവും ചെയ്ത് വയ്ക്കാറാണ്. ഇപ്രാവശ്യം ആളെ കിട്ടിയില്ല. ചെയ്താൽ അടുത്ത വർഷത്തേക്ക് ഇതുപോലെ തന്നെ തിക്കായിട്ട് വരും. പിന്നെ ഇവിടെ ഒരു നടുക്കായിട്ടൊരു ചെടി വെച്ചിട്ടുണ്ട്. എന്നെ സൈക്കിൾ വെച്ചിരിക്കല്ലേടാ. അവൻ സ്കൂൾ വിട്ട് വന്നിട്ട് കളിക്കുവാണ്. കണ്ടോ, അവൻ്റെ ഭയങ്കര സൈക്ലിങ്ങുകാരനാണ്. പാവം മോളൂട്ടി ഇതിൽ നടക്കുവാണ്. ഇത്രയും ഞാൻ നോക്കട്ടെ. മീനുകൾ പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ കൂടി കാണിച്ചത്. മുകളിൽ നിന്നുള്ള വ്യൂ ഗാർഡൻ്റെ ഇതാണ്. ഇനി ഇതൊക്കെ പ്രൂൺ ചെയ്ത് ഒന്നുകൂടെ ഈ റെഡ് പാമൊക്കെ പ്രൂൺ ചെയ്ത് സൈഡിലുള്ള യെല്ലോ ലെമൺ ഗ്രീൻ ചെടിയൊക്കെ ഒന്നുകൂടെ കുറച്ച് ഉണങ്ങിപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് വെട്ടി നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. മമ്മ ഈ ഗാർഡൻ്റെ ഇത് എടുക്കുമല്ലേ. കണ്ടോ, നമ്മുടെ പൂവൻകോഴിയും ആ സ്റ്റാച്ചു ഒക്കെ കറുത്ത് പോയി. എടാ മോനെ ജയക്കുട്ട ഇച്ചിരി തീറ്റ എടുത്തോണ്ട് വന്നേടാ. ഈ മീൻ പൊങ്ങി വരുമെന്നറിയാം. ഇതിനകത്ത് റെഡ് തിലോപ്പിയ, ഒറിജിനൽ തിലോപ്പിയ ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. നേരത്തെ ഒത്തിരി മീനുകളുണ്ടായിരുന്നു.
അവരെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ അവരെല്ലാവരും താഴേക്ക് താണു പോയി. ഹായ് ഐറിഷ് കുട്ടി. വെള്ളത്തിൽ നമ്മൾ ശരി. അവളവിടെ നിന്നോട്ടെ. കുറച്ച് തീറ്റ അങ്ങോട്ട് കൊടുത്തേ കൊച്ച്. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി തീറ്റ കൊടുത്താൽ ചത്തു പോകും. ഇനി അതിന് അടി ഉണ്ടാക്കല്ലേ ചെരുപ്പിന്. നീ വേറെ ചെരുപ്പ് നീ കൊച്ചിട്ട് കൊടുത്തു. കുറച്ചിട്ടാൽ മതി. രാവിലെ അപ്പച്ചൻ കൊടുക്കുക. അങ്ങോട്ട് നടുക്കോട്ട് തുള്ളിയിടുക. മതി 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 മതി. ഇത് അടച്ചേ. ഈ പിള്ളേരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും സൗണ്ട് കേട്ടിട്ടാണ് അവർ പൊങ്ങി. എടാ അതിനെ വഴക്ക് കൂടല്ലേ. ശരി, ഇനി നിങ്ങളെ വേറൊരു ദിവസം എല്ലാം വീഡിയോ എടുത്തു തരാം. ഇവിടെ പിള്ളേർ ബഹളം ഉണ്ടാക്കുവാണ്. ശരി, ഓക്കെ.